മറ്റൊരു അഭിഭാഷക ഭാര്യ എന്ന തരത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് റിൽഷാദിനെ ഭീഷണിപ്പെടുത്തിയെന്ന വിവരം കൂടി പുറത്തുവരുന്നത്. ഇതാ റിൽഷാദിന് എന്താണ് പറയാനുള്ളത്, റിൽഷാദ് എന്താണ് പറഞ്ഞത് കേട്ടു നോക്കാം. ഞാൻ ഈ ബിജു രാധാകൃഷ്ണൻ പരിചയപ്പെടുന്നത് 2021 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ബിജു രാധാകൃഷ്ണൻ പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ മുമ്പിൽ ബിജു രാധാകൃഷ്ണൻ അല്ല, ബിജു ജോർജാണ് പുള്ളി ഞങ്ങളുടെ മുമ്പിൽ. ഞാൻ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ അഭിസംബോധന ചെയ്ത് പരിചയപ്പെട്ടത് ബിജു ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്, സുപ്രീം കോർട്ടിലൊക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കേസ് വാദിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അത് മാത്രമല്ല പുള്ളി ഒരുപാട് എന്താ പറയുക വലിയ വലിയ കേസൊക്കെ വാദിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ പരിചയപ്പെട്ടതും ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നതും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു നാൾ പുള്ളി എന്നോട് പറയുന്നത്, നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇൻഷാദ് നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങാം, ഈ ഒരു ട്രസ്റ്റ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി അതിലെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞു ബിജു ജോർജ്. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിയോട്, ഇത് ആര് തുടങ്ങും? ഞാൻ അഡ്വക്കേറ്റ് അല്ലേ, ഞങ്ങളുടെ ജോലി അതാണല്ലോ, ഇങ്ങനെ ട്രസ്റ്റൊക്കെ ചെയ്തു തരുന്നല്ലേ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാണ് പുള്ളി എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്? ചെറിയ എമൗണ്ടേ ഉള്ളൂ, ഒരു 30,000 രൂപേൻ്റെ അടുത്ത് എമൗണ്ട് മാത്രമേ ഇതിന് നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞാൻ എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. അവരും പറഞ്ഞു നമുക്കൊന്ന് ഒരു ട്രസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു. ഒരു തുടങ്ങുന്ന സമയത്ത് തന്നെ ബിജു എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് CSR ഫണ്ട് നല്ല രീതിയിൽ പോകുന്ന ട്രസ്റ്റുകൾക്ക് ഗവൺമെൻറ്റും അതുപോലെ ഒരുപാട് ടാക്സ് അടക്കുന്ന ആൾക്കാരെ കൂടിയിട്ടുണ്ട്, CSR ഫണ്ടൊക്കെ ഉണ്ട്. ആ CSR ഫണ്ട് ഒരു 300 കോടി രൂപ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം, നിങ്ങളുടെ ട്രസ്റ്റിന് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ആദ്യമായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊരു 2022 ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. സാന്ത്വനം ഹെൽത്ത് ആനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരുണ്ടായിരുന്നത്. കാക്കനാടാണ് നമ്മുടെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ബിജുവായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് പോയത്. യെസ്, അതായത് കൊച്ചിയിലടക്കം ആഡംബര ഓഫീസുകൾ, ആഡംബര വാഹനങ്ങൾ, ആഡംബര ജീവിതം, അതിനൊക്കെ പുറത്ത് ആഡംബര ഹോട്ടലുകളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ. ഓരോ കൂടിക്കാഴ്ചയ്ക്കും 10,000 രൂപ പോലും ഈടാക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിത്വമാണ് ബിജു രാധാകൃഷ്ണൻ്റേത് എന്ന തരത്തിൽ ഉള്ള പ്രതീതി ജീവനക്കാരെ കൊണ്ട് സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് ബിജു ജോർജും ബിജു വർഗീസും ബിജു പൗലോസും ഒക്കെയായി പലരിൽ നിന്ന് പണം തട്ടിയെടുത്തത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ ആയിരുന്നു ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇതാ ഞങ്ങളുടെ വാർത്തയെ ശരിവെക്കുന്ന തരത്തിലുള്ള പരാതികളുമായി ആളുകൾ രംഗത്ത് എത്തുന്നു. അവിടെ അനീഷ് കുമാർ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി അനീഷ് പലപ്പോഴായി ഈ ഓഫീസുകളിൽ കയറിയിറങ്ങുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പണച്ചാക്കുമായി എത്തുന്ന ഒരു സാഹചര്യം, സഞ്ചിയിലടക്കം പണവുമായി എത്തുന്ന, ലിക്വിഡ് കറൻസിയുമായി എത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത് എന്ന്. അവിടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് ഇരയായി എന്ന വിവരം കൂടി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അനീഷ് കുമാറിലേക്ക് പോകുന്നു. അനീഷ്, നിലവിൽ നമുക്ക് മുന്നിലുള്ളത് 2 പരാതികളാണ്. അതിലൊന്നാമത്തെ പരാതിയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഏതാണ്ട് 10 കോടി രൂപയുടെ തട്ടിപ്പിനായിരുന്നു കളമൊരുങ്ങിയത്. ഓരോ കൂടിക്കാഴ്ചയ്ക്കും 10,000 രൂപ പോലും ഈടാക്കുന്ന സാഹചര്യം. എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പിൽ ഈ ബിജു രാധാകൃഷ്ണന്റെ വലയിൽ കുരുങ്ങിപ്പോയത്? അഭിലാഷ്, നമുക്കെന്തായാലും വളരെ ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇന്നലെ വാർത്ത പുറത്തുവിടുമ്പോഴും പരാതിക്കാരായി ആരും ഒരു പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട് ബോധ്യപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് റിൽഷാദ് എന്നയാൾ, മലപ്പുറം സ്വദേശി, നിലമ്പൂർ സ്വദേശിയായ ആൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആ പരാതി DGPക്ക് കൈമാറുകയും DGP ഓഫീസിൽ നിന്നും റിൻഷാദിന് ഇമെയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണറോട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടെ നിന്നും ബന്ധപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി റിൻഷാദിന് മെസ്സേജ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് റിൻഷാദ് നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. റിൻഷാദ്, നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിങ്ങളടക്കമുള്ളവരോട് ബിജു രാധാകൃഷ്ണൻ ഇടപെട്ടിരുന്നതല്ലേ? ഈ ബിജു രാധാകൃഷ്ണൻ നിങ്ങളുടെ അടുത്ത് വന്ന ആൾ ബിജു ജോർജ്, അയാൾ ബിജു രാധാകൃഷ്ണനാണെന്ന് എപ്പോൾ മനസ്സിലായി? നമ്മൾ പുറത്തുവിട്ട കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ? തീർച്ചയായിട്ടും ഒരിക്കലും ഇത് ബിജു രാധാകൃഷ്ണനാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
പുള്ളിയെ പരിചയപ്പെട്ടപ്പോഴും പുള്ളിയായിട്ടുള്ള സൗഹൃദ ബന്ധം ഒരു ഏകദേശം 1.5 വർഷത്തോളം നീണ്ടിരുന്നു. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്കിത് ബിജു രാധാകൃഷ്ണൻ എന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു. ബിജു ജോർജ്, അതുപോലെ തന്നെ ബിജു പൗലോസ്, ഇങ്ങനെ 2 പേരുകളിലായിരുന്നു എന്നോട് പുള്ളി ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഉയർന്ന റാങ്കിലുള്ള അഭിഭാഷകനാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ ഹൈക്കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകയാണ്. ഒരുപാട് പ്രമാദപ്പെട്ട ഒരുപാട് കേസുകൾ, വലിയ കേസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ ഞങ്ങളായിട്ട് ആദ്യം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുമാത്രമല്ല, പുള്ളിയായിട്ട് ഞങ്ങൾ പല ടൈമിലും ഞാൻ 1-2 മീറ്റിങ്ങുകളൊക്കെ, ഒരുപാട് മീറ്റിങ്ങുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ വക്കീലിൻ്റെ കോട്ട് അണിഞ്ഞിട്ട് വരെ ഞങ്ങളുടെ മുമ്പിൽ പുള്ളി പ്രശ്നമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആഡംബര കാറിലാണ് പുള്ളിയുടെ യാത്രകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. പുള്ളിയുടെ ആ സംസാരത്തിലും പുള്ളിയുടെ ആ ശൈലിയിലൊക്കെ ഒരു പഴയ രീതിയിലുള്ള ബിജു രാധാകൃഷ്ണൻ യാതൊരു ടച്ചും ഇല്ലായിരുന്നു. കാരണം ഈ സോളാർ കേസ് നടക്കുന്ന സമയത്തൊക്കെ എനിക്കതിനെപ്പറ്റിയൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ ബിജു രാധാകൃഷ്ണൻ്റെ പുറകെ നമുക്കിതിനെപ്പറ്റി അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതൊക്കെ ഞങ്ങൾ ഓരോ കൂടിക്കാഴ്ചയ്ക്കും 10,000 രൂപ വെച്ച് കൊടുക്കുകയും വേണമായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ ഓരോ മീറ്റിങ്ങുകൾ ഓരോ മീറ്റിങ്ങുകൾ, ഒന്ന് താജ് ഹോട്ടലിലായിരുന്നു, എം.ജി. താജ് ഹോട്ടലിലായിരുന്നു 1-2 മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുണ്ടന്നൂരുള്ള ട്രൈബൂട്ട് ഹോട്ടലിൽ, അതുപോലെ തന്നെ ഷുഗർ ഹോട്ടലിൽ, ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിങ്ങുകൾ ഉണ്ടാവാറുള്ളത്. ഓരോ മീറ്റിംഗ് കഴിഞ്ഞാലും പുള്ളി പറയും എൻ്റെ ഫീസ് വേണം, എല്ലാം കഴിഞ്ഞ് അവസാനം പറയാം ഫീസ് വേണം സാർ എന്നാൽ അക്കൗണ്ട് ഓക്കെ. ഞാൻ അങ്ങനെ ഒരു തവണയാണ് ഞാൻ നമ്മുടെ നിഷ കെ പീറ്ററുടെ അക്കൗണ്ടിലേക്കാണ്, ഒരു തവണ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടിലേക്കാണ് ഞാൻ 10,000 രൂപ ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ പുള്ളിയുടെ മീറ്റിങ്ങുകളൊക്കെ അത്ര ഹൈഫൈ ഹോട്ടലിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ നമുക്ക് കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്ത പോലെ? വേണ്ട, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. ഞാൻ ഒരുപാട് വലിയ പ്രമാദമായ കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന, പ്രമാദമായ കേസുകൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പം എന്നെ നിങ്ങൾ ഒന്ന് കുറച്ച് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പായിരുന്നു എൻ്റെ മുമ്പിൽ അദ്ദേഹം നടത്തിയത്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുന്നത് 2021 കാലഘട്ടത്തിലാണ്. 2021 കാലഘട്ടത്തിൽ ബിജു ജോർജിനെ പരിചയപ്പെടുകയും അദ്ദേഹമായിട്ടുള്ള ആ സ്നേഹബന്ധം ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോവുകയും അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് പുള്ളി പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഈ സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. ഞാൻ ഒരുപാട് വലിയ പ്രമാദമായ ഒരുപാട് കമ്പനികളുടെ CSRA ഫണ്ട് വാങ്ങിക്കൊടുക്കുന്ന ഒരു കൺസൾട്ടൻറ്റും കൂടിയാണ് ഞാൻ. ബാങ്ക് ഓഫ് ബറോഡ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇങ്ങനെ വലിയ ബാങ്കിൻ്റെയൊക്കെ ലീഗൽ അഡ്വൈസറൊക്കെ ഞാനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് പുള്ളിയായിട്ടുള്ള സൗഹൃദ ബന്ധം കുറച്ചുകൂടി നീണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാം, CSRA ഫണ്ട് വാങ്ങിത്തരാം. നീ വലിയ ഹോസ്പിറ്റലിൻ്റെയൊക്കെ MD ആയിട്ട് ഇരിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളും സംഘടന സ്ഥാപനങ്ങളും ഒക്കെ ഇറങ്ങുന്ന ഒരുപാട് ഇതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്ന ആലോചിച്ച് നോക്ക്. നീ ഇങ്ങനെ ചെറുതായി ഒതുങ്ങിക്കൂടേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിയുടെ തട്ടിപ്പിൻ്റെ ഫസ്റ്റ് ഘട്ടമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മറ്റ് 4 സുഹൃത്തുക്കളും, അവരുടെ പേര് പറയുന്നില്ല, 4 സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, സാന്ത്വനം ഹെൽത്ത് അനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ആദ്യത്തെ ഫീസ് ഞങ്ങൾ കൊടുത്തിരുന്നു. ആ ഫീസെല്ലാം കൊടുത്ത് പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് പുള്ളിയായിട്ടുള്ള മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. ആ മീറ്റിങ്ങിലാണ് ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബിജു ജോർജ് പറയുന്നത്, വെറുതെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രം പോരാ, ഇതിന് CSRA ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊജക്ട് റിപ്പോർട്ട്, ഒരു പ്രൊജക്റ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു, സാർ ഇത് നമ്മൾ ആര് ചെയ്യും? ഇത് ഞാൻ തന്നെ ചെയ്യും, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്, പക്ഷേ ഞാൻ കുറച്ച് എക്സ്പെൻസീവാണെന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല, ഞാൻ കുറച്ച് എക്സ്പെൻസീവാണെന്നൊക്കെ പുള്ളി പറയും. അങ്ങനെയാണ് ആദ്യത്തെ ഗഡുവായിട്ട് 4.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് കാക്കനാട് ഫുള്ള് ക്യാഷായിട്ട്, പുള്ളിയുടെ മോള് അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ രാവിലെ 7:30-8 മണിക്കുള്ളിലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു വൈറ്റ് കവറിൽ പൊതിഞ്ഞിട്ടാണ് ഫുള്ള് ക്യാഷായിട്ട് ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഗഡുവായിട്ട് കൊടുത്തത്. അങ്ങനെ പല തവണകളായിട്ടാണ് ഞാൻ 20 ലക്ഷം രൂപയോളം ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ട്രസ്റ്റിൻ്റെ ബാക്കിയുള്ള പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പുള്ളിയുടെ ഭാഗത്ത് പ്രഷറാണ്, റിൻഷാ നാളെ പൈസ വേണം, നാളെ 5 ലക്ഷം വേണം, നാളെ 7 ലക്ഷം വേണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ നീ തന്ന പൈസയൊക്കെ പോകും, അപ്പം പിന്നെ ആ പൈസയായിട്ട് എന്നോട് ചോദിക്കാനോ എന്നോട് ഇതിൻ്റെ പുറകെ നടക്കരുത്, നീ ഓക്കെ അല്ലെങ്കിൽ നാളെ തന്നെ തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്വർണ്ണം പണയം വെച്ചിട്ടും അതുപോലെ തന്നെ കാറ് പണയം വെച്ചിട്ടും ഗോൾഡുകൾ വിറ്റിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഗഡുക്കളായ പൈസ തവണകളായിട്ട് അടച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ഗവൺമെൻറ് കൊടുക്കുന്ന ആംബുലൻസ്, നിങ്ങൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് 2 ആംബുലൻസ് ഗവൺമെൻറ് തരുന്നുണ്ട്. അതിന് വേണ്ടി 7 ലക്ഷം രൂപ വേണം. അത് 2 ആംബുലൻസിന്, അത് ICU സെറ്റപ്പൊക്കെ ഉള്ള ഒരു ലക്ഷറി രീതിയിലുള്ള ആംബുലൻസാണ്. ഇത് ആർക്കും കൊടുക്കാത്ത ആംബുലൻസ് നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ച് കൈക്കൂലികളൊക്കെ പല ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.